നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി പരാജയമാണ് ഭരണകക്ഷിയായ CPM-നുണ്ടായത്. അതുകൊണ്ട് തന്നെ CPM കേന്ദ്രങ്ങളൊക്കെ മൗനത്തിലാണ്. വലിയ നേട്ടമുണ്ടാക്കിയത് UDF-ഉം കോൺഗ്രസുമാണ്. എന്നാൽ BJP-യും വലിയ നേട്ടം തന്നെയാണ് കൈവരിച്ചത്. ഏതാണ്ട് 1500-ൽ താഴെ സീറ്റുകളായിരുന്നു 2020-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞതെങ്കിൽ ഏതാണ്ട് 2000-ഓളം സീറ്റുകൾ നേടാനും ഏതാണ്ട് 2000-ഓളം സീറ്റുകളിൽ രണ്ടാമതെത്താനും BJP-ക്ക് കഴിഞ്ഞു. സംസ്ഥാനത്ത് എല്ലായിടത്തും തന്നെ BJP സാന്നിധ്യം തെളിയിച്ചു. BJP നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം ഏതാണ്ട് ഇരട്ടിയായി. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ BJP-ക്ക് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചു എന്നതാണ്. തലസ്ഥാനത്തെ മേയർ BJP-കാരനാവുന്നു എന്നത് ചില്ലറ കാര്യമല്ല. അതേപോലെ തന്നെ തിളക്കമാർന്ന നേട്ടമാണ് കോൺഗ്രസ് പാർട്ടിക്കുണ്ടായത്. കൊച്ചി കോർപ്പറേഷൻ ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു. കൊച്ചി കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും മേയറാകുമെന്ന് അവസാന നിമിഷം വരെ പറഞ്ഞു കേട്ട പേരുകൾ പക്ഷേ പ്രഖ്യാപനം വന്നപ്പോൾ മാറിപ്പോയി എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതാണ്. കൊച്ചിയിൽ KPCC ജനറൽ സെക്രട്ടറിയും AICC അംഗവുമായ ദീപ്തി മേരി വർഗീസ് മേയറാകും എന്ന് പറയപ്പെട്ടപ്പോൾ സ്ത്രീ സംവരണ കോർപ്പറേഷൻ അല്ലാതിരുന്നിട്ടുകൂടി മുൻ DGP R ശ്രീലേഖയായിരിക്കും തിരുവനന്തപുരത്തെ മേയർ എന്നായിരുന്നു കണക്കാക്കപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന പ്രഖ്യാപനങ്ങൾ ആ രണ്ട് പ്രതീക്ഷകളും തിരുത്തി. ദീപ്തിക്ക് പകരം VK മിനിമോൾ കൊച്ചി കോർപ്പറേഷൻ മേയറായപ്പോൾ ശ്രീലേഖയ്ക്ക് പകരം VV രാജേഷ് എന്ന BJP-യുടെ തിരുവനന്തപുരത്തെ പ്രമുഖനായ നേതാവാണ് തിരുവനന്തപുരത്ത് മേയറായത്. ദീപ്തിയുടെയും ശ്രീലേഖയുടെയും മേയർ പദവി അട്ടിമറിക്കപ്പെട്ടതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ദീപ്തിക്കും ശ്രീലേഖയ്ക്കും ദേശീയ സംസ്ഥാന നേതൃത്വത്തിന് പിന്തുണ ഉണ്ടായിരുന്നു. രണ്ടുപേരും പാർട്ടി പദവികളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെക്കാൾ ഉയർന്ന പൊസിഷനിൽ ഉള്ളവരാണ്. എന്നിട്ടും എങ്ങനെയാണ് അവർ അട്ടിമറിക്കപ്പെട്ടത്? ഇന്നലെയുണ്ടായ സംഭവം എന്ന നിലയിൽ നമുക്ക് ആദ്യം തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്തെന്ന് നോക്കാം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും CPM-ൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ BJP മുമ്പോട്ട് വയ്ക്കുന്നത് പ്രവർത്തന പരിചയമല്ല. താരതമ്യേന വോട്ട് കുറഞ്ഞ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പുതിയ മേഖലകളിലേക്ക് കടന്നു കയറാൻ വേണ്ടി BJP പുതിയ ആളുകളെ കൊണ്ടുവരികയും അവർക്ക് ഉന്നത പദവി കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. കോൺഗ്രസിലും CPM-നും അങ്ങനെ ഒരു സാഹചര്യമില്ല. അങ്ങനെ BJP-യിലേക്ക് ഈ അടുത്ത കാലത്ത് രംഗപ്രവേശം ചെയ്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി കിട്ടിയ ആളാണ് ശ്രീലേഖ. അതേസമയം VV രാജേഷ് പരമ്പരാഗതമായി BJP പ്രവർത്തകനാണ്. ഇതിനു മുമ്പ് 2 വട്ടം 2015-ലും 2020-ലും BJP-യുടെ കൗൺസിലറായിരുന്നു. മാത്രമല്ല തിരുവനന്തപുരത്ത് ഏറ്റവും സ്വാധീനമുള്ള BJP നേതാക്കളിൽ ഒരാൾ VV രാജേഷ് തന്നെ. എന്നാൽ ഇത്തരം സീനിയോറിറ്റി BJP ഒരു പദവിയിലും പരിഗണിക്കില്ല എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. ബിസിനസ്സുകാരനായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ജനതാദളിന്റെ ലേബലിലാണ് MP ആവുന്നത്. പിന്നീട് മോദിയോടുള്ള ഇഷ്ടം കൊണ്ട് BJP-യിലേക്ക് വരികയും BJP സംഘടനാ പ്രവർത്തനത്തിൽ സജീവമല്ലാതിരുന്നിട്ടും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. അവിടെ നിന്നാണ് കേരളത്തിൽ ഒരു പ്രവർത്തന പരിചയവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി വരുന്നത്. എന്തിനേറെ BJP-യിൽ അംഗത്വം പോലും ഇല്ലാതിരുന്ന കുമ്മനം രാജശേഖരൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുണ്ട്. അതാണ് കേരളത്തിലെ BJP-യുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറക്കുമ്പോൾ സീനിയോറിറ്റി ഒരു വിഷയമായി മാറുമെന്ന് കരുതിയിരുന്നില്ല. ശ്രീലേഖയ്ക്ക് കൊടുത്തിരുന്ന ഉറപ്പും ശ്രീലേഖയ്ക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷയും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ താനായിരിക്കും തിരുവനന്തപുരം മേയർ എന്ന് തന്നെയായിരുന്നു. ആ വിശ്വാസം ശ്രീലേഖയ്ക്കും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു. ശ്രീലേഖയെ മുൻപിൽ നിർത്തി തന്നെയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും വിജയം കൈവരിച്ചതും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയാവുകയും BJP-ക്ക് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തതോടെ മേയറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തർക്കമുണ്ടായി. സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ശ്രീലേഖയെ തന്നെ മേയറാക്കണം എന്നായിരുന്നു ആഗ്രഹം. സൗത്ത് ഇന്ത്യ പിടിക്കുക എന്ന BJP-യുടെ വലിയ ലക്ഷ്യത്തിലെ ഏറ്റവും നിർണായകമായ കാൽവയ്പായി തിരുവനന്തപുരം മേയർ സ്ഥാനത്തെ ദേശീയ നേതൃത്വം കാണുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് നിരവധി വികസന പദ്ധതികൾ കൊണ്ടുവന്ന് അതിൽ ബേസ് ഇട്ടുകൊണ്ട് കേരളം പിടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടാൻ ഇടയുള്ള തിരുവനന്തപുരം മേയർ അറിയപ്പെടുന്ന വ്യക്തിയാവണം എന്നതുകൊണ്ട് തന്നെ അതിന് പറ്റിയ ആൾ ശ്രീലേഖയായിരുന്നു എന്നാണ് ദേശീയ നേതൃത്വം ചിന്തിച്ചതും നിലപാടെടുത്തതും. രാജീവ് ചന്ദ്രശേഖരന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും പിന്തുണ ശ്രീലേഖയ്ക്ക് തന്നെയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടു. ശ്രീലേഖയ്ക്കെതിരായി 2 കാരണങ്ങളാണ് രൂപപ്പെട്ടത്. ഒന്ന്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ ഭൂരിപക്ഷം പേരും ശ്രീലേഖയെ പിന്തുണച്ചില്ല. ശ്രീലേഖയ്ക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെയും ദേശീയ നേതൃത്വത്തിന്റെയും പിന്തുണയുണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട 50 കൗൺസിലർമാരിൽ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ VV രാജേഷിനായിരുന്നു.
രാജേഷിനെതിരുള്ള പാർട്ടിയിലെ ഒരു വിഭാഗം അതിനെതിരെ നിന്നെങ്കിലും ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം രൂപീകരിച്ചപ്പോൾ അവരുടെയൊക്കെ പിന്തുണ വി രാജേഷിനായിരുന്നു. ഭൂരിപക്ഷ പിന്തുണ ഇല്ലാതെ പോയി എന്നത് നിർണായക ഘടകമായി. രണ്ടാമത്തത്, മേയർ എന്ന നിലയിൽ ശ്രീലേഖ തന്നിഷ്ടക്കാരിയായി മാറിയാൽ അത് BJPയുടെ തന്ത്രത്തെ ബാധിക്കുമോ എന്ന തോന്നലായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തന പരിചയം ഇല്ല എന്നത് മാത്രമല്ല, DGP ആയിരുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തികൾക്കും പോലീസിന്റെ സഹായവും പിന്തുണയും ഉണ്ടായിരുന്നു. ഔദ്യോഗിക ജീവിതം മുഴുവൻ ബോസ് എന്ന പദവിയിലായിരുന്നു. പോലീസിൽ ASP ആയിട്ട് കയറുമ്പോൾ മുതൽ എപ്പോഴും സഹായിക്കാൻ പോലീസുകാരുണ്ട്. അങ്ങനെ പോലീസിന്റെ പിന്തുണയോടെ അധികാര കസേരയിൽ തന്റെ കരിയർ മുഴുവൻ നീക്കിയ ശ്രീലേഖയ്ക്ക് സാധാരണക്കാരോട് ഇടപെടാൻ കഴിയുമോ, സാധാരണക്കാരുടെ വികാരം മനസ്സിലാക്കാൻ കഴിയുമോ, പാർട്ടിയുടെ നയവും താല്പര്യവും അതേപടി അംഗീകരിക്കുമോ എന്ന ആശങ്ക ശക്തമായി വന്നു. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ശ്രീലേഖയ്ക്കെതിരായത്. സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും താല്പര്യമുണ്ടെങ്കിലും സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ വിഭാഗത്തിന്, വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള സംസ്ഥാനത്തെ പ്രബലമായ വിഭാഗത്തിന് വി രാജേഷിനോട് തന്നെയായിരുന്നു താല്പര്യം. മാത്രമല്ല, രാജേഷിന് തിരുവനന്തപുരത്ത് വലിയ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ രാജേഷ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. രാജേഷിന് പാർട്ടി അണികൾക്കിടയിലും സംഘടനയ്ക്കുള്ളിലും വലിയ സ്വാധീനമുണ്ട്. ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലെങ്കിലും രാജേഷിന് പാർട്ടി പ്രവർത്തകർക്കിടയിലും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കിടയിലുമൊക്കെയുള്ള സ്വാധീനം നിർണായകമായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന രണ്ടുപേരിൽ മുൻതൂക്കം വി രാജേഷിനാണ് എന്നാണ് വാർത്ത കൊടുത്തിരുന്നത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് അക്കാര്യത്തിൽ ഒരറിവുമുണ്ടായിരുന്നില്ല. ആ സമയത്ത് സംസ്ഥാന നേതൃത്വത്തോട് ചോദിച്ച് ഇത് സ്ഥിരീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ മനസ്സിലിരിപ്പായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാജേഷിന്റെ പേര് പരിഗണനയിൽ പോലും ഇല്ലെന്നാണ്. ഇന്നലെ പ്രഖ്യാപനം വരും എന്ന അവസ്ഥ വന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും രാജേഷിനല്ല ശ്രീലേഖയ്ക്ക് തന്നെയാണ് എന്ന തരത്തിലേക്ക് വാർത്ത കൊടുത്തു. രാജേഷാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്ന റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ പോലും ഇന്നലെ രാജേഷിന്റെ സ്ഥാനം തെറിച്ചു, ശ്രീലേഖയാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി. അങ്ങനെ ഇന്നലെ രാവിലെ സകല ചാനലുകളും രാജേഷിനെ തള്ളി ശ്രീലേഖയ്ക്കൊപ്പം നിന്നു. പക്ഷേ ഏറെ വൈകാതെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി സുരേഷ് വി രാജേഷിന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു. ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഈ വിവരം ഒരു ഷോക്കാണ് എന്നാണ് ശ്രീലേഖയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഉറപ്പായും മേയറായിരിക്കും എന്ന കണക്കുകൂട്ടലിലായിരുന്നു ശ്രീലേഖ ഇരുന്നത്. ഒടുവിൽ പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ശ്രീലേഖയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരക്കേടില്ലാത്തൊരു സീറ്റ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേമമോ വട്ടിയൂർക്കാവോ കഴക്കൂട്ടമോ കൊടുക്കും എന്നാണ് ഇന്നത്തെ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ കഴക്കൂട്ടത്ത് വി മുരളീധരനും നേമത്ത് രാജീവ് ചന്ദ്രശേഖരും മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കവേ മുൻപിലേക്ക് വെക്കുന്നത് വട്ടിയൂർക്കാവാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകും എന്ന് കണക്കാക്കപ്പെട്ട മാസങ്ങളായി പ്രവർത്തിച്ച് മുൻപോട്ട് പോയ നടൻ കൃഷ്ണകുമാറിന് ഈ വാർത്ത അസ്വസ്ഥപ്പെടുത്തുമെന്ന് തീർച്ചയാണ്. വട്ടിയൂർക്കാവിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന സ്ഥാനാർത്ഥി നടൻ കൃഷ്ണകുമാർ തന്നെയാണ്. എന്നാൽ ശ്രീലേഖയ്ക്ക് സീറ്റ് കൊടുക്കാം എന്ന് സംസ്ഥാന നേതൃത്വം ഉറപ്പു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുമ്പിലുള്ള ഏക സീറ്റായി വട്ടിയൂർക്കാവ് മാറും എന്നത് കൃഷ്ണകുമാറിന്റെ സാധ്യതയെ ബാധിക്കും. അത്തരത്തിൽ ചർച്ച നടന്നിട്ടുണ്ടോ? വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാൻ ശ്രീലേഖ തയ്യാറാവുമോ എന്നൊക്കെ കണ്ടറിയണം. മാത്രമല്ല, കഷ്ടി ഭൂരിപക്ഷമുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സീറ്റിൽ നിന്ന് രാജിവെച്ച് ആ സീറ്റ് നഷ്ടപ്പെടുത്താൻ റിസ്ക് എടുക്കുമോ എന്ന ആശങ്കയും BJP നേതൃത്വത്തിന് ഇല്ലാതില്ല. ശ്രീലേഖ രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ LDFും UDFും സഹകരിച്ചുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചേക്കും എന്നതുകൊണ്ട് തന്നെ ശ്രീലേഖ പദവിയിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് BJP നേതൃത്വം. ഇതിനൊക്കെ എത്രമാത്രം വസ്തുതകളുണ്ട് എന്ന് പിന്നീട് മാത്രമേ അറിയാൻ കഴിയൂ. സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു കൊച്ചി കോർപ്പറേഷന് സംഭവിച്ചത്. ദീപ്തി മേരി വർഗീസ് AICC അംഗവും KPCC ജനറൽ സെക്രട്ടറിയുമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിക്കാട്ടുന്ന മുഖം വേണമല്ലോ എന്ന് പറഞ്ഞു തന്നെയാണ് ദീപ്തി മേരി വർഗീസിനെ രംഗത്തിറക്കിയത്. സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും താല്പര്യം ദീപ്തി മേരി വർഗീസിനെ തന്നെയായിരുന്നു. എന്നാൽ അതിശക്തമായ ഗ്രൂപ്പ് ഇടപെടൽ അവിടെ സംഭവിക്കുന്നു. പ്രത്യേകിച്ച് N വേണുഗോപാൽ എന്ന കൊച്ചിയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള I ഗ്രൂപ്പ് നേതാവിന്റെ ഇടപെടൽ. N വേണുഗോപാൽ കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു. GCDAയുടെ മുൻ ചെയർമാനായിരുന്നു. നിരവധി ആരോപണങ്ങളിലെ നായകനാണ്. 2010 കൊച്ചി കോർപ്പറേഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്തിയപ്പോൾ കൊച്ചി കോർപ്പറേഷൻ മേയറാകുമെന്ന് ഉറപ്പാക്കി വെച്ചിരുന്ന ആളുമാണ് വേണുഗോപാൽ. അന്ന് 72 സീറ്റിൽ 48 സീറ്റും UDFനായിരുന്നു എന്ന് ഓർക്കണം. വേണുഗോപാലായിരുന്നു അന്നത്തെ ഏറ്റവും ശക്തനായ നേതാവ്. KPCC ജനറൽ സെക്രട്ടറിയാണ്. കരുണാകരന്റെ വിശ്വസ്തനാണ്. വേണുഗോപാലിന് എതിരാളി ഇല്ലാത്ത സാഹചര്യമുണ്ട്. എന്നാൽ താരതമ്യേന ജൂനിയറായ
ടോണി ചമ്മണിയെ പെട്ടെന്ന് എ ഗ്രൂപ്പ് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഒടുവിൽ ഭൂരിപക്ഷ പിന്തുണയിലേക്ക് തീരുമാനിക്കാം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന വേണുഗോപാൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ ജയിച്ചതുകൊണ്ട് പകുതിയിലധികം പേരുടെ പിന്തുണയുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെട്ടത്. പാർലമെന്റ് പാർട്ടിയിൽ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ദിവസം രാവിലെ വേണുഗോപാൽ തന്റെ വസതിയിൽ തന്നെ പിന്തുണയ്ക്കുന്ന അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കോർപ്പറേഷൻ കൗൺസിലർമാരിൽ ഭൂരിപക്ഷം പേരും പ്രഭാത ഭക്ഷണത്തിന് വേണുഗോപാലിന്റെ വീട്ടിലെത്തി. എന്നാൽ പാർലമെന്റ് പാർട്ടിയിൽ രഹസ്യ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ജയിച്ചത് ടോണി ചമ്മണിയാണ്. 2010 കപ്പിനും ചുണ്ടിനുമിടയിലൂടെയാണ് വേണുഗോപാലിന് മേയർ പദവി നഷ്ടപ്പെടുന്നത്. 2020 വീണ്ടും മേയറാകുമെന്ന് കരുതി മത്സരിച്ചെങ്കിലും മുന്നണിക്ക് ഭരണം കിട്ടിയില്ല എന്ന് മാത്രമല്ല, വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയോട് തോറ്റുപോവുകയും ചെയ്തു. എന്നാൽ ഇക്കുറി മേയറെ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയുടെ ചുമതലക്കാരനായി വേണുഗോപാൽ മാറുന്നു. വേണുഗോപാലിന്റെ താല്പര്യം എക്കാലത്തും തന്നോടൊപ്പം ഉറച്ചുനിന്ന VK മിനിമോളെ തിരഞ്ഞെടുക്കാനായിരുന്നു. എന്നാൽ ഹൈബിയുടെ അടക്കമുള്ളവർ ഷൈനി മാത്യുവിന് വേണ്ടി നിലപാടെടുത്തു. KPCC നേതൃത്വത്തിനും AICC നേതൃത്വത്തിനും ദീപ്തി മേരി വർഗീസിനോട് താല്പര്യമുണ്ടെങ്കിലും പ്രാദേശികമായി ദീപ്തിക്ക് പിന്തുണയില്ലാതായി. തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്കിടയിൽ നടത്തിയ അഭിപ്രായ രൂപീകരണത്തിൽ ദീപ്തിയെ പിന്തുണയ്ക്കുന്നവർ ഭൂരിപക്ഷമില്ലാതെ വന്നു. അങ്ങനെ ഒടുവിൽ അപ്രതീക്ഷിതമായി ദീപ്തിക്ക് പകരം VK മിനിമോളെ തെരഞ്ഞെടുക്കുകയായിരുന്നു. N വേണുഗോപാലുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിലൊക്കെ പ്രതി ചേർക്കപ്പെട്ട ആൾ തന്നെയാണ് VK മിനിമോളും എന്നത് ശ്രദ്ധേയമാണ്. ദീപ്തി മേരി വർഗീസിനെ KPCC നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പും വിജയസാധ്യതയുള്ള സീറ്റാണ്. എന്നാൽ സീറ്റ് ഏത് എന്ന ചോദ്യം പ്രസക്തമാവുന്നു. തൃക്കാക്കരയിൽ ഉമാ തോമസും എറണാകുളത്ത് വിനോദ് കുമാറും സിറ്റിംഗ് MLA-മാരാണ്. അവരെ മാറ്റുക എന്നത് പ്രയാസമായിരിക്കും. കോൺഗ്രസിന്റെ പൊതുനയം സിറ്റിംഗ് MLA-മാർ മത്സരിക്കട്ടെ എന്നതാണ്. എന്നാൽ പെരുമ്പാവൂരിലെ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവരെ മാറ്റി പരീക്ഷിക്കാൻ നീക്കം നടത്തുന്നതിന്റെ ഭാഗമായി ഉമാ തോമസിനെയും മാറ്റാൻ ആലോചനകൾ ശക്തമാണ്. എന്നാൽ ഉമാ തോമസിന് പകരം ദീപ്തി മേരി വർഗീസിന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യത വിരളമാണ്. ദീപ്തിക്ക് മുമ്പിൽ പിന്നെ ഉയർത്തിക്കാട്ടുന്നത് കൊച്ചി സീറ്റാണ്. ഡൊമിനിക് പ്രസന്റേഷൻ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് കൊച്ചി തോറ്റത് എന്നതുകൊണ്ട് ദീപ്തി മേരി വർഗീസിന് ജയിക്കാൻ കഴിയുമെന്ന് കണക്കാക്കപ്പെടുന്നു. ലത്തീൻ വാദം ഉയർന്നു വന്നാൽ ദീപ്തി മേരി വർഗീസ് കൊച്ചിയിലും താഴെപ്പെടാം. R ശ്രീലേഖയുടെയും ദീപ്തി മേരി വർഗീസിന്റെയും മേയർ സ്ഥാനം കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെടുകയായിരുന്നു.